ഹലോ എവറി വൺ. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ബ്ലോക്ക് 2-ലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മേക്കിംഗ് എൻക്വയറീസ് ആൻഡ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്കറിയാം ഈ യൂണിറ്റ് കൂടെ നമ്മൾ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ സിറ്റുവേഷൻസിൽ എങ്ങനെയൊക്കെ സംസാരിക്കാം, എങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കാം, ആദ്യം എങ്ങനെ കോൺവെർസേഷൻ തുടങ്ങണം, എൻഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എല്ലാം പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെ എൻക്വയറീസ്, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് ഈ യൂണിറ്റ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എൻക്വയറീസ് ഉണ്ട്, അതിൽ തന്നെ പേഴ്സണൽ എൻക്വയറീസ് എങ്ങനെ ചോദിക്കാം, പിന്നെ കണ്ടോളൻസസ് എങ്ങനെ രേഖപ്പെടുത്താം, പിന്നെ ഡിന്നർ ടോക്ക്, എൻക്വയറീസ് അബൌട്ട് സർവീസസ്, എൻക്വയറി അബൌട്ട് പ്രൊസീജിയേഴ്സ്, അറ്റൻഷൻ ഇൻ ലിസണിങ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എൻക്വയറി പൊളൈറ്റ് ഫോമിൽ ചോദിക്കാം, അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ അതിനെങ്ങനെ ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യാം, പിന്നെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് എങ്ങനെ ആ റെസ്പോൺസിന് താങ്ക്സ് പറയണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങാം. അപ്പം നമുക്കറിയാം നമ്മുടെ എവറിഡേ ലൈഫിൽ വേരിയസ് ഫങ്ഷൻസ് നടത്തണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പല ഇൻഫർമേഷൻസും സീക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പം ആ ഒരു ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്നതിൽ നമ്മൾ സക്സസ്ഫുൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് അതൊരു കറക്റ്റ് വേയിലും ക്ലിയർ വേയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടിയില്ല എന്നും വരും. പിന്നെ ഈ ഓരോ ലാംഗ്വേജിലും പൊളൈറ്റ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ വേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇംഗ്ലീഷിൽ മോഡൽ വേർബ്സ് യൂസ് ചെയ്തിട്ടാണ് പൊളൈറ്റ്നെസ് കാണിക്കുന്നത്, ക്വസ്റ്റ്യൻസിൽ പൊളൈറ്റ്നെസ് കാണിക്കുന്നത്. മോഡൽ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബ്സിൽ തന്നെ നമുക്ക് എബിലിറ്റി, പോസിബിലിറ്റി അതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേർബ്സിനെയാണ് മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്. ഷുഡ്, ക്യാൻ, മസ്റ്റ് ഇങ്ങനെയുള്ളതാണ് മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള മോഡൽ വേർബ്സ് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സാഹചര്യത്തിൽ ഒത്തിരി ആൾക്കാരും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര റൂഡായിട്ട് കരുതാറുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ഒരു പൊളൈറ്റ് വേയിലാണ് എന്തെങ്കിലും ഒരു കാര്യം, ആരോടെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ പൊളൈറ്റ് വേയിലാണ് ചോദിക്കുന്നത്. അപ്പം എങ്ങനെ നമുക്ക് നമ്മുടെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷനിൽ പൊളൈറ്റ്നെസ് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റ് കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് എൻക്വയറീസ്. നമ്മൾ എപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. വി മേക്ക് എൻക്വയറീസ് ഫേസ് ടു ഫേസ് ഓർ ഓൺ ടെലിഫോൺ അബൌട്ട് പീപ്പിൾ, സർവീസ്, പ്രൊസീജിയേഴ്സ് ഓർ ഇവന്റ്സ്. അപ്പം നമ്മൾ നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ടെലിഫോണിൽ കൂടെ നമ്മൾ ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസസിനെ പറ്റി, പ്രൊസീജിയേഴ്സിനെ പറ്റി, ഇവന്റ്സിനെ പറ്റി ഇതെല്ലാം എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പം എങ്ങനെ നമുക്ക് പല രീതിയിലുള്ള എൻക്വയറീസ് നടത്താന്നുള്ളതാണ് ഈ 2.2 എൻക്വയറീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, പേഴ്സണൽ എൻക്വയറീസ്. നമുക്കറിയാം വി മൈറ്റ് ഓഫൺ ഹാവ് ടു എൻക്വയർ അബൌട്ട് പീപ്പിൾ. നമുക്ക് എപ്പോഴും തന്നെ ആൾക്കാരെ പറ്റി അന്വേഷിക്കേണ്ടി വരും. നമുക്ക് അറിയാൻ പറ്റില്ല. വി മൈറ്റ് നോട്ട് നോ ഹൗ വി വിഷ് ടു മീറ്റ് ആൻഡ് വുഡ് ലൈക്ക് ടു കൺഫേം വെദർ വി ആർ ടോക്കിംഗ് ടു ദ റൈറ്റ് പേഴ്സൺ. നമുക്കറിയില്ല നമ്മൾ സംസാരിക്കുന്നത് ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് റൈറ്റ് ആളോട് തന്നെയാണോ, ഇവരോട് തന്നെയാണോ ചോദിക്കേണ്ടതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാറുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് എങ്ങനെ നമുക്ക് എൻക്വയറി നടത്താം എന്നുള്ളതാണ് ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു വിസിറ്ററും ഒരു ഓൾഡ് മാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. വിസിറ്ററിന് ഓൾറെഡി അറിയാം ക്യാപ്റ്റൻ ഹാക്ബേർഡിനെയാണ് അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷെ അവിടുത്തെ ആ റെസിഡൻസിൽ വന്നെങ്കിലും ഈ വിസിറ്ററിന് ഒന്നുകൂടെ കൺഫേം ആക്കണം ക്യാപ്റ്റൻ ഹാക്ബേർഡിന്റെ വീട് തന്നെ അല്ലേന്ന്. അതുകൊണ്ട് ചോദിക്കുവാണ്, യു മസ്റ്റ് ബി ക്യാപ്റ്റൻ ഹാക്ബേർഡ്. ഇപ്പൊ വിസിറ്റർ ചോദിക്കും, ക്യാപ്റ്റൻ ഹാക്ബേർഡ് തന്നെ അല്ലേ? യെസ്. യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യുവർ സൺ ഐ ബിലീവ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവല്ലേ? അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മൈ സൺ ഹാരി, ഹി ഈസ് കമ്മിങ് ഹോം ടുമോറോ. അപ്പൊ ഓൾഡ് മാൻ പറയും, എന്റെ മോൻ ഹാരി, അവൻ നാളെ വീട്ടിൽ വരും. അപ്പൊ ഇവിടെ ഈ ഒരു കോൺവെർസേഷൻ ശ്രദ്ധിച്ചറിയാം വിസിറ്ററിന് ഈ രണ്ട് സാഹചര്യത്തിൽ യു മസ്റ്റ് ബി ക്യാപ്റ്റൻ ഹാക്ബേർഡ് എന്നുള്ള സാഹചര്യത്തിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. ആർ യു ക്യാപ്റ്റൻ ഹാക്ബേർഡ് എന്ന് ചോദിക്കായിരുന്നു. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ അകത്ത്
എന്താ ഒരു മോഡൽ വേർബായ മസ്റ്റ് യൂസ് ചെയ്ത് എന്താ കുറച്ചുകൂടെ പൊളൈറ്റ് രീതിയിലാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യുവർ സൺ എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ പൊളൈറ്റ് ആക്കാൻ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ടാഗും കൂടെ ചേർക്കും. അപ്പം നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആരെ പറ്റിയെങ്കിലും എൻക്വയറി ചെയ്യേണ്ട സാഹചര്യത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നില്ല. എന്താ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ റൂഡായിട്ട് കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് മോഡൽ വേർബ്സ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നെ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ടാഗും കൂടെ ചേർത്താൽ എന്താ അത് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് മാറും. ഈ ഒരു കോൺവെർസേഷനെ നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കോൺവെർസേഷൻ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കോൺവെർസേഷൻ എന്താ കുറച്ചുകൂടി ഒരു ഇൻഫോർമൽ കോൺവെർസേഷനും ആണ്. അതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ആണ് ചോദിക്കുന്നത്. വാട്ട് ആർ യു ബിസി അറ്റ് ലക്ഷ്മൺ? വൈഫ് ചോദിക്കുകയാണ്. അപ്പം ഹസ്ബൻഡ് ഉത്തരം പറയും, ഓ ഐ എം ട്രൈങ് ടു കംപ്ലീറ്റ് ദിസ് ജിക്സോ പസിൽ. ഓക്കെ, ഞാൻ ഈ ജിക്സോ പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പൊ വൈഫ് പറയും, ഓ യു ആർ ഓൾവേസ് ഡൂയിങ് യുവർ പസിൽസ്, വൈ ഡോണ്ട് വി ഗോ ഫോർ എ മൂവി ഇൻസ്റ്റെഡ്? ഓക്കെ, നിങ്ങൾ എപ്പോഴും ഈ പസിൽസ് ശരിയാക്കിക്കൊണ്ടിരിക്കുക, നമുക്ക് അതിന് പകരം ഒരു മൂവിക്ക് പോയാൽ എന്താ? അപ്പൊ ഇവിടെ ഈ ഒരു കോൺവെർസേഷനിലെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണ്? WH വേർഡ്സ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. വാട്ട്, വെയർ, വെൻ, വൈ ആൻഡ് ഹൗ ഇത് വെച്ചിട്ടാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇതാണ് ഒരു ക്വസ്റ്റ്യന്റെ ഫോം എന്ന് പറയുന്നത് WH വേർഡ്സ് വെച്ചിട്ടാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഈ ഒരു ഫോം വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. കാരണം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്താ എപ്പോഴും ടോൺ ഡൗൺ ചെയ്യും. അതായത് നമ്മളുടെ ആൾക്കാർ, നമ്മൾ സംസാരിക്കുന്ന ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇപ്പൊ കുറച്ച് റെസ്പെക്ട് ഒക്കെ കൊടുക്കേണ്ട ഒരാളാണെങ്കിലും നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരാളാണെങ്കിലും ഒക്കെ എന്താ നമ്മൾ കുറച്ചുകൂടെ ഫോർമൽ ആക്കി നമ്മൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ മോഡൽ വേർബ്സും ക്വസ്റ്റ്യൻ ടാഗും ഒക്കെ യൂസ് ചെയ്യും. അതേ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ് ഒക്കെയാണ് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനിയും നെക്സ്റ്റ് പേഴ്സണൽ എൻക്വയറീസ് ആണ് ഒരു ഇതാണ്. ഇറ്റ് ഈസ് നോട്ട് ക്വയറ്റ് പൊളൈറ്റ് ടു ആസ്ക് എ പേഴ്സൺ ഹിസ് ഓർ ഹെർ നെയിം ഡയറക്ട്ലി. അപ്പം എന്താ ഒരാളുടെ നെയിം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻ അല്ല എന്നാണ് പറയുന്നത്. അതായത് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പകരം നമ്മൾ മോഡൽ വേർബ്സ് യൂസ് ചെയ്ത് പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതിനിവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നതാണ്. കുഡ് ഐ നോ യുവർ നെയിം പ്ലീസ്? ഓക്കെ, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താ അതൊരു പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് അല്ല. അതേസമയത്ത് കുഡ് ഐ നോ യുവർ നെയിം പ്ലീസ് എന്ന് പറയുമ്പോൾ എന്താ ഭയങ്കര പൊളൈറ്റ് ആണ് ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ മേ ഐ നോ യുവർ നെയിം പ്ലീസ് വേറൊരു രീതി ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ യുവർ നെയിം പ്ലീസ് അതെന്താണ് വിത്ത് എ റൈസ് ഇൻ ദ ടോൺ. അതായത് യുവർ നെയിം പ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് നമ്മുടെ ടോൺ ഒന്ന് റൈസ് ചെയ്ത് അങ്ങനെ പൊളൈറ്റ് വേയിൽ നമുക്ക് ഒരാളുടെ പേര് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ സപ്പോസ് ഒരാൾ ഓൾറെഡി നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ നിങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പേര് മിസ് ചെയ്തെന്ന് വെച്ചു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ഇങ്ങനെ ചോദിക്കാം, ഐ ആം അഫ്രൈഡ് ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ നെയിം. ഓക്കെ, ഇത് നേരെ ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എനിക്ക് പേടിയാകുന്നു, എനിക്ക് എന്താ പേര് കിട്ടിയില്ല എന്നാണ് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത. പക്ഷെ അതെന്താണ് ഓക്കെ സോറി പോലെ പറയുന്ന പോലെയാണ് ഇവിടെ ഐ ആം അഫ്രൈഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, എനിക്ക് പേര് കിട്ടിയില്ലായിരുന്നു, എന്തായിരുന്നു പേര് എന്ന്. അതുപോലെ തന്നെ ഇഫ് യു വാണ്ട് ടു ബി ഷുവർ വേർ ദ പേഴ്സൺ ഈസ് വർക്കിംഗ് യു കുഡ് സേ ഇപ്പം എവിടെയാ വർക്ക് ചെയ്യുന്നത് ഈ ആള്, ഈ മീൻസ് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഈ ആള് പറഞ്ഞു എവിടെയാ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു എന്ന് വെച്ചു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഡിഡ് യു സേ യു വേ വർക്കിംഗ് ഇൻ? ഓക്കെ, എവിടെയാ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞിരുന്നേ, എവിടെ വർക്ക് ചെയ്തു എന്നാ പറഞ്ഞിരുന്നേ, അങ്ങനെ ചോദിക്കാം. ഇനി ടെലിഫോൺ എൻക്വയറീസ്. It is telephone courtesy to identify yourself when you pick up the receiver. An individual or a private residence might say, okay, ഒരു നമ്മള് എന്താ ടെലിഫോൺ കേർട്സിയുടെ ഭാഗമാണ്. നമ്മൾ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് നമ്മളെ തന്നെ പരിചയപ്പെടുത്തേണ്ടത്. അപ്പം നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അപ്പം അവിടുന്ന് ഒരു ഫോൺ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫോൺ എടുത്തിട്ട് എന്താണ് നമ്മുടെ പേര് വേണേ പറയും. ഇപ്പം നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് എന്താണ് പേര് പറയും. ഓക്കെ, ഐശ്വര്യ ഹിയർ, ഇവിടെ കൊടുത്തേക്കും ജയറാം ഹിയർ ഓർ ജയറാം സ്പീക്കിംഗ്. നിങ്ങൾ ഇത് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതേസമയത്ത് ഇതൊരു പ്രൈവറ്റ് റെസിഡൻസ്, ഒരു ഫ്ലാറ്റോ വല്ലതും ആണെങ്കിൽ എന്താ ഹലോ മിസ്റ്റർ ഷ്രോയ്സ് റെസിഡൻസ്. നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒഫീഷ്യൽ കോൾസ് ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കാഡമിയിലേക്കൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അവരെന്താണ് അവരുടെ ആ ഒരു പേര് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
പിന്നെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇസ് എക്സ്പെക്ടഡ് ടു ഐഡന്റിഫൈ ഇറ്റ്സെൽഫ് വെൻ ഇറ്റ് റിസീവ്സ് എ കോൾ. ഓക്കെ, ഇപ്പൊ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ എന്താ, ഗുഡ് മോർണിംഗ് ഇന്ത്യൻ ട്രാവൽ ബ്യൂറോ, മേ ഐ ഹെൽപ്പ് യു, ഇങ്ങനെയായിരിക്കുമല്ലോ അവർ സംസാരിക്കുന്നത്. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഇത് ഇന്ത്യൻ ട്രാവൽ ബ്യൂറോ ആണ്, എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഹലോ, പിന്നെ വേറൊരെണ്ണം, ഹലോ ദിസ് ഈസ് ദ ഗ്രൈൻഡേഴ്സ് ബാങ്ക്, ഹൗ മേ വി ഹെൽപ്പ് യു. ഓക്കെ, ഇത് ഗ്രൈൻഡേഴ്സ് ബാങ്ക് ആണ്, എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ ഓട്ടോമേറ്റഡ് മെസ്സേജും പാട്ടും കേൾക്കാറുണ്ട്. അതായത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത മെസ്സേജാ നമുക്ക് എന്താ, എന്തെങ്കിലും ഒരു കൺസൾട്ടൻസിനെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഓഫീസിലൊക്കെ വിളിക്കുമ്പോഴോ നമ്മൾ യൂഷ്വൽ ആയിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച ആ ഒരു ഓട്ടോമേറ്റഡ് മെസ്സേജ് കാണുന്നത്. അതിന് എക്സാമ്പിൾ ആണ്, താങ്ക് യു ഫോർ കോളിംഗ് ഗ്ലോബൽ കൺസൾട്ടൻസ്, അവർ ഓപ്പറേറ്റർ വിൽ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്, പ്ലീസ് വെയിറ്റ്. ഓക്കെ, അതുപോലെ താങ്ക് യു ഫോർ കോളിംഗ് ട്രൈം കോർപ്പറേഷൻ, ടു പ്രൊസീഡ് ഇൻ ഇംഗ്ലീഷ് ഡയൽ 1. നമുക്കറിയാം, നമ്മളിപ്പം എന്തെങ്കിലും ഒരു കൺസൾട്ടൻസിയിൽ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താ ഈ വി ഐയുടെ ഒക്കെ ആപ്പിലൊക്കെ വിളിക്കുമ്പോഴത്തേക്ക്, അതായത് വി ഐയുടെ ഒക്കെ എന്തെങ്കിലും കാര്യം എൻക്വയറി ചെയ്യാനായിട്ട് വിളിക്കുമ്പോഴത്തേക്ക്, അല്ലെ BSNL വിളിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഓട്ടോമേറ്റഡ് മെസ്സേജ് ആയിരിക്കും വരുന്നത്. പിന്നെ ദ പേഴ്സണൽ കൗണ്ടർ പാർട്ട് ഓഫ് സച്ച് എ മെസ്സേജ് ഇസ് ദ ആൻസറിംഗ് മെഷീൻ. അതായത് ഈ ഒരു മെസ്സേജ് എന്താണ്, ആൻസറിംഗ് മെഷീൻ വഴിയാട്ടോ ഇത് തരുന്നത്. ദ ഓണർ ഓഫ് ദ മെഷീൻ റെക്കോർഡ്സ് എ ഫ്രണ്ട്ലി മെസ്സേജ് ഓൺ ദിസ് മെഷീൻ വിച്ച് ദ കോളർ ഹിയേഴ്സ്. ഓക്കെ, hi, I'm Geeta. Thank you for calling. I'm sorry I'm not able to respond to you right now, but if you would like to leave a message, please do so after you hear. Okay. ഇപ്പം ചില സമയത്ത് ചിലയിടത്ത് എങ്ങനെയാ ആൻസറിങ് മെഷീൻസ് കാണും. അപ്പൊ അവരിപ്പോ അവിടെ ഇല്ല എങ്കിൽ എന്താ, അല്ലെ എന്തെങ്കിലും തിരക്കാണെങ്കിൽ നമുക്ക് വിളിച്ചിട്ട് എന്താണ് ആ മെഷീൻ പറയും. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം, അതായത് ഒരു ബീറ്റ് സൗണ്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാം, അത് കഴിഞ്ഞ് അവരത് കേട്ട് കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ചില കൺസൾട്ടൻസിയിലൊക്കെ ആൻസറിങ് മെഷീൻസ് ഒക്കെ കാണും. പിന്നെ മേക്കിംഗ് എ കോൾ, നമ്മൾ സംടൈംസ് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ വിളിക്കുന്ന ആള് എന്താണ്, ചിലപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്തെന്നിരിക്കത്തില്ല. അതായത് നമ്മൾ ഫോൺ വിളിക്കുമ്പോഴേ അവര് പറയണമെന്നില്ല. ഓക്കെ, എന്നെ ഇപ്പൊ ഒരാൾ വിളിക്കും, അപ്പൊ ഐശ്വര്യ ഹിയർ എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചോ, അപ്പം എന്താ, എങ്ങനെ നമുക്ക് അവരോട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഹലോ, ഈസ് ദാറ്റ് 27765434, പ്ലീസ് മേ ഐ ടോക്ക് ടു മിസ്റ്റർ മധുക്കാർ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഫോർമൽ സിറ്റുവേഷനിലാണ് ആണെങ്കിലാട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറ്. അപ്പം ഇത് ഈ നമ്പർ തന്നെയല്ലേ, എനിക്ക് മധുക്കറിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇൻ എനി കേസ്, പേഴ്സൺ ഹു മേക്ക് എ കോൾ ആർ എക്സ്പെക്ടഡ് ടു ഐഡന്റിഫൈ ദംസെൽസ് ആൻഡ് സേ ഹൂ ദേ വിഷ് ടു സ്പീക്ക് ടു ആൻഡ് വൈ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഫോൺ വിളിച്ചു, അപ്പൊ ഫോൺ എടുത്ത ആള്, അതായത് റിസീവ് ചെയ്ത ആള് അവരെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ആള് ചോദിക്കുവാണോ, ഈ നമ്പർ തന്നെയല്ലേ, എനിക്ക് മധുക്കറിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇൻ എനി കേസ്, ഇപ്പം ആ റിസീവർ എടുത്തിട്ട് പേര് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞു, എന്നിട്ട് പേര് പറഞ്ഞിട്ട് ചോദിക്കുക ആരോട് സംസാരിക്കാനാ വിളിച്ചത്, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ് ഗീത, ദിസ് ഇസ് പ്രകാശ്, ഐ എം ഹിയർ ഇൻ പൂനെ ഫോർ എ ഡേ ആൻഡ് എന്നിട്ട് ഇങ്ങനെ. ഇപ്പം ഇത് ചിലപ്പോൾ ആൻസറിങ് മെഷീനിലായിരിക്കും ചിലപ്പം ഇത് ആൻസർ ചെയ്യുന്നത്, കാരണം അവർ ചിലപ്പോൾ സ്ഥലത്തുണ്ടായിരിക്കത്തില്ല. അപ്പം അവരുടെ വീട്ടിൽ ആൻസറിങ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് റെക്കോർഡ് ചെയ്ത് മെസ്സേജ് ആ സമയത്ത് തന്നെ അയക്കാം. അവർ വീട്ടിൽ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് ആ മെസ്സേജ് കേട്ടിട്ട് റിപ്ലൈ തരും. അതുപോലെ തന്നെ വേറെ അതിനുള്ള ഇൻസ്റ്റൻസ് ആണ്, മീൻസ് എക്സാമ്പിൾസ് ആണ്. ഹലോ, may I speak to Mr. Anil Shore, please? I'm calling from Jaipur. My name is Ravindra. ഓക്കെ, എനിക്ക് മിസ്റ്റർ അനിൽ ഷോറയോട് സംസാരിക്കാൻ പറ്റുമോ, ഞാൻ ജയ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്, എന്റെ പേര് രവീന്ദ്രൻ എന്നാണ്. പിന്നെ ഗുഡ് മോർണിംഗ്, ഐ എം മധുക്ക, കുഡ് യു ലെറ്റ് മീ നോ ദ ഫെയർ ടു. പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ, ഐ എം എ റെഗുലർ കസ്റ്റമർ ഓഫ് യുവർ ബാങ്ക് ആൻഡ് ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് മൈ സ്റ്റേറ്റ്മെന്റ്. അപ്പം ഓക്കെ, ഇതൊക്കെയാണ് ഇതിനുള്ള എക്സാമ്പിൾസ്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ്, ഐ എം കോളിംഗ് ഫ്രം ഫ്രണ്ട് സ്റ്റേഷനേഴ്സ്, കുഡ് യു പ്ലീസ് ടെൽ മീ. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ബിഗിൻ ചെയ്യണം എന്നുള്ളതിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ ഐഡന്റിഫൈങ് ദ കോളർ. Okay, but if the caller does not identify himself or herself, some of the ways you might ask about the identity of a person are. Okay, ഇപ്പൊ സപ്പോസ് നമ്മൾ വിളിച്ച ആള് ഐഡന്റിഫൈ ചെയ്തില്ല, മീൻസ് ആളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്ന് വെച്ചു, അപ്പം നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മേ ഐ നോ ഹു ഐ എം സ്പീക്കിംഗ് ടു. ഓക്കെ, ഞാൻ ആരോടാ സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുമോ. അതുപോലെ ഇനിയിപ്പോ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഡ് യു റിപ്പീറ്റ് യുവർ നെയിം പ്ലീസ്, കാരണം പെട്ടെന്ന് പേര് കത്തിയില്ല, അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കും, കുഡ് യു റിപ്പീറ്റ് യുവർ നെയിം പ്ലീസ്. മേ ഐ നോ ഹു ഈസ് കോളിംഗ്. ഓക്കെ, ഞാൻ ആരെയാ വിളിക്കുന്നതെന്നൊന്ന് പറയാവോ. ഡിഡ് യു സേ യു വെയർ സ്പീക്കിംഗ് ഫ്രം ചെന്നൈ.
ചെന്നൈയിൽ നിന്നാണോ വിളിക്കുന്നതെന്നാണോ പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെ ക്ലാരിഫൈ ചെയ്യാം. അപ്പം കോളർ മീൻസ് കോളർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പം നമുക്ക് അറിയണം ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയണം. അപ്പം നമുക്ക് പൊളൈറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാം. If the person the caller wishes to speak is unavailable, you may say so politely and ask if the caller wishes to call back or to leave a message. Okay. ഇപ്പൊ സപ്പോസ് ആ വിളിക്കുന്ന ആൾക്ക് സംസാരിക്കേണ്ട ആൾ അവിടെ ഇല്ല എന്ന് വെച്ചു. അപ്പൊ നമുക്ക് എന്താ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാം. എന്തെങ്കിലും ഏർജന്റ് ആയിട്ടുള്ള മെസ്സേജ് ആണോ, എന്തെങ്കിലും ഞാൻ പറയേണ്ടതുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അതെങ്ങനെയാന്നുള്ളതാണ്. ഐ ആം സോറി, മിസ്റ്റർ ജയറാം is out of town this week. Would you like me to give you his cell phone number? Okay. ഓക്കെ, മിസ്റ്റർ ജയറാം ഈ വീക്ക് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ്. ഞാൻ വേണമെങ്കിൽ അവരുടെ സെൽഫോൺ നമ്പർ തരാം. അല്ലെങ്കിൽ ഐ ആം സോറി, മിസ്റ്റർ ജയറാം ഇസ് ഇൻ എ മീറ്റിംഗ് റൈറ്റ് നൗ. വുഡ് യു ലൈക്ക് ടു കോൾ അഗെയിൻ ആഫ്റ്റർ 1 PM? ഓക്കെ, മിസ്റ്റർ ജയറാം ഒരു മീറ്റിംഗിലാണ്, 1 മണിക്ക് ശേഷം വീണ്ടും വിളിക്കാവോ? അപ്പം എങ്ങനെ നമുക്ക് ആ ഒരു കോളർ വിളിക്കുന്ന ആൾ അവിടെ ഇല്ല എങ്കിൽ നമുക്ക് എങ്ങനെ അവരോട് തിരിച്ച് പൊളൈറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യാം എന്നുള്ളതിനാണ് ഈ എക്സാമ്പിൾസ്. പിന്നെ ബാഡ് മാനേഴ്സ് ഓൺ ദ ടെലിഫോൺ. Okay. Some common problem we notice with people who make or receive calls are the following. Okay. ടെലിഫോണിൽ നമ്മൾ കാണിക്കുന്ന ബാഡ് മാനേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്താ ഫോൺ വിളി കിട്ടുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ചില കോമൺ പ്രോബ്ലംസ്. ഫെയിലിംഗ് ടു ഐഡന്റിഫൈ ദംസെൽസ്. ഓക്കെ, നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറക്കുക, അല്ലെങ്കിൽ നോട്ട് മേക്കിംഗ് ഷുവർ ദേ ഹാവ് ദ റൈറ്റ് നമ്പർ ഓർ ഹാവ് ഡയൽ ദ റൈറ്റ് നമ്പർ ആൻഡ് ഇൻസിസ്റ്റിംഗ് ഓൺ സ്പീക്കിംഗ് ടു എ പേഴ്സൺ ദേ തിങ്ക് ദേ ഹാവ് റീച്ച്ഡ്. ഓക്കെ, നമ്പർ കറക്റ്റ് നമ്പർ തന്നെയാണോ അവരുടെ കയ്യിൽ ഉള്ളതെന്ന് നോക്കാതെ, അതുപോലെ തന്നെ ഡയൽ ചെയ്തത് കറക്റ്റ് നമ്പർ ആണോ എന്ന് നോക്കാതെ വിളിച്ചിട്ട് നേരെ അവരങ്ങ് സംസാരിക്കാൻ തുടങ്ങുന്നത്, അത് ബാഡ് മാനേഴ്സ് ആണ്. പിന്നെ സ്പീക്കിംഗ് അൺക്ലിയർലി ഓർ വിത്ത് പാൻ ഓഫ് ഫുഡ് ഇൻ ദ മൗത്ത്. ഓക്കെ, ക്ലിയർ അല്ലാതെ സംസാരിക്കുന്നത്, വായിൽ ഫുഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ പാൻ ചവച്ചുകൊണ്ടോ ഒക്കെ സംസാരിക്കുന്നത്, അതൊക്കെ ബാഡ് മാനേഴ്സ് ആണ്. പിന്നെ സ്പീക്കിംഗ് അൺനെസസറിലി ലൗഡ്ലി, അത് പിന്നെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അൺനെസസറി ആയിട്ട് ഭയങ്കര സൗണ്ട് എടുത്ത് സംസാരിക്കുക. ഈ ലാസ്റ്റത്തെ 2 പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അറ്റൻഷൻ വേണ്ടതാണ്. നമുക്കറിയാം, പബ്ലിക്കിലാണെങ്കിലും ചില ആൾക്കാർ സെൽഫോൺസിൽ സംസാരിക്കുമ്പോൾ എന്താണ്, ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് ഫുൾ മനസ്സിലാവും അവരെന്താ സംസാരിക്കുന്നതെന്ന്. ടെലിഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു വോയിസ് പോലും പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന, അപ്പൊ നമ്മൾ നോർമൽ വോയിസിൽ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ഒത്തിരി ലൗഡ് ആയിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനിയുള്ളത് കണ്ടോളൻസസ്. നമുക്കറിയാം, ആരെങ്കിലും മരിച്ചു, അതിനെ പറ്റിയൊക്കെ ഈ ആദരാഞ്ജലികളൊക്കെ അർപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ്. പക്ഷെ എന്താണ്, ഈ മരിച്ച ആളെ പറ്റി അന്വേഷിക്കേണ്ടത് ഒരു കസ്റ്റമറി പ്രാക്ടീസ് ആണ്. അതായത് നമ്മൾ അങ്ങനെ അന്വേഷിക്കാതിരിക്കുന്നത് മോശമാണെന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് അത് ചോദിക്കേണ്ടതെന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ശ്രദ്ധയുടെ ക്ലാസ്മേറ്റ് ആയ വിപിന്റെ ഫാദർ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണുവാണ്. ലാദർ എന്നോട് ഉദ്ദേശിക്കുന്ന ഫാദർ ആണ്. ഓക്കെ, ഫാദർ മരിച്ചു കഴിഞ്ഞിട്ട് ശ്രദ്ധ വിപിനെ മീറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു കോൺവെർസേഷൻ വായിച്ചാൽ നമുക്കറിയാം ശ്രദ്ധ എങ്ങനെയാണ് ആ ഒരു കണ്ടോളൻസസ് രേഖപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാ മരിച്ചതെന്ന് ചോദിക്കുന്നതെന്നറിയാം. അപ്പൊ ശ്രദ്ധ പറയുക, എക്സ്ട്രീംലി സോറി വിപിൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ പെയിൻഫുൾ ഇറ്റ് മസ്റ്റ് ബി. ഓക്കെ, വിപിന്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് പറയുവാണ്, ഓക്കെ എനിക്കറിയാം ഇത് ഇത്ര മീൻസ് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം വിപിൻ ജസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, ഐ ഹേർഡ് ഇറ്റ് വാസ് ഓൾ ടു സഡൻ. അപ്പം ശ്രദ്ധ കേട്ട കാര്യം പറയും, ഓക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, പെട്ടെന്ന് ഇത് സംഭവിച്ചതെന്ന് അറിഞ്ഞായിരുന്നു. അപ്പം അതിന് മറുപടിയായിട്ട് വിപിൻ പറയുക, യെസ് ഹി വാസ് സോ ആക്റ്റീവ്, ഹാഡ് ഗോൺ ടു വർക്ക് ദാറ്റ് ഡേ, ഐ ജസ്റ്റ് കാൺട്ട് ബിലീവ് ഹി ഈസ് ഇൻ ദെയർ. ഓക്കെ, അപ്പം അവൻ മറുപടി പറയുക, അതെ പെട്ടെന്നാണ് സംഭവിച്ചത്, അന്ന് ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരുന്നു, അതുപോലെ തന്നെ വർക്കിനും പോയതാ, പക്ഷെ എനിക്കിപ്പോ ബിലീവ് ചെയ്യാൻ പറ്റത്തില്ല, മീൻസ് ഫാദർ മരിച്ചു എന്നുള്ളത് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. ഓക്കെ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, വാസ് ഇറ്റ് അറ്റ് ഹോം? ഇപ്പൊ ശ്രദ്ധ ചോദിക്കുക, എനിക്കറിയാം അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, അത് വീട്ടിൽ വെച്ചാണോ നടന്നത്? ഹി കംപ്ലൈൻഡ് ഓഫ് മൈൽഡ് ഡിസ്കംഫർട്ട് സൂൺ ആഫ്റ്റർ ഡിന്നർ ആൻഡ് വി റഷ്ഡ് ഹിം ടു ദ ഹോസ്പിറ്റൽ ബട്ട് ഈവൻ ബിഫോർ വി കുഡ് റീച്ച് ദെയർ. ഓക്കെ, അപ്പം മീൻസ് എങ്ങനെയാ വീട്ടിൽ വെച്ചാണോ നടന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ് വിപിൻ ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഡിന്നർ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ചെറിയൊരു മൈൽഡ് ഡിസ്കംഫർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി, പക്ഷെ പോകുന്ന വഴി മരിച്ചു. മീൻസ് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് എന്താണ് ആ സെന്റൻസ് കേൾക്കുമ്പോഴേ അറിയാം, പോകുന്ന വഴി മരിച്ചു. യുവർ മദർ മസ്റ്റ് ബി ഇൻകൺസോളബിൾ. ഓക്കെ, അമ്മേനെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത പോലെ ആയി കാണുമല്ലോ അല്ലേ എന്ന് ചോദിക്കാം. അപ്പം യെസ്, ദിസ് വാസ് ദ ലാസ്റ്റ് തിങ് ഷീ എക്സ്പെക്ടഡ് വുഡ് ഹാപ്പൻ. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് വിചാരിച്ചേ ഇല്ല. ഐ വിൽ ഹോം വിത്ത് യു ടുഡേ ടു സീ ഹർ. ഓക്കെ, അപ്പൊ ശ്രദ്ധ പറയണം, ഓക്കെ ഞാൻ ഇന്ന് വീട്ടിൽ വരാം, അമ്മയെ കാണാൻ വരാം. ഓക്കെ, താങ്ക്സ് ശ്രദ്ധ. ഓക്കെ,
അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ ശ്രദ്ധിച്ചറിയാം. ചില സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ചില സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് എന്തിനാ? വിപിനിൽ നിന്ന് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയാണ്. ഇതുണ്ട്, ഐ ഹേർഡ് ഇറ്റ് വാസ് ഓൾ ടു സഡൻ. ഓക്കെ, ഞാൻ പെട്ടെന്നാ മരിച്ചതെന്ന് അറിഞ്ഞിരുന്നു. അപ്പത്തേക്ക് എന്താണ്, വിപിൻ ഉടനെ അതിന് മറുപടി ആയിട്ട് പറയും, അവൻ മീൻസ് ഫാദർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, അന്ന് വർക്കിന് പോയതാ, പക്ഷെ ഇപ്പൊ അവിടെ ഇല്ലാന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ പറയും, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, വാസ് ഇറ്റ് അറ്റ് ഹോം. പിന്നെ ചോദിക്കുകയാണ്, ഓക്കെ, വീട്ടിൽ വെച്ചാണോ നടന്നതെന്ന്. അപ്പൊ എന്താ, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഇങ്ങനെ എന്തെങ്കിലും മരണം ഒക്കെ നടന്നിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ. അതേ സമയത്ത് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടും അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് എന്താ, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഡിന്നർ ടോക്ക്, എങ്ങനെയാണ് ഒരു ഡിന്നറിന് പോകുമ്പോൾ സംസാരിക്കുന്നത്, ആ സമയത്ത് എന്തൊക്കെ സംസാരിക്കാന്നുള്ളതാണ്. സാറഫ് ആൻഡ് ലീവാൻ ആർ ബിസിനസ് കൊളീഗ്. സാറ takes Levan out to dinner after work. The two of them are റിലാക്സ്ഡ്. ഓക്കെ, അപ്പൊ അവര് ഡിന്നറിന് പോകുമ്പോഴത്തേക്ക് ഇവിടെ സറഫെന്നും ഇവിടെ സാറാന്നും ആ കൊടുത്തേക്കുന്നത്. സറഫ് എന്നാ പേരെന്ന് തോന്നുന്നു, ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പം സറഫ് ലീയും കൂടെ അപ്പൊ ഒരു ഡിന്നറിന് പോയി. അപ്പൊ അവരവിടെ വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാ. ലീവാൻ, നൈസ് പ്ലേസ്. ഓക്കെ, ലീവാൻ ആണല്ലോ, സാറയാണല്ലോ ലീവാനെ ആയിട്ട് ഡിന്നറിന് പോയത്. അപ്പം സാറയോട് പറയും, ഓക്കെ, നൈസ് പ്ലേസ്, നല്ല പ്ലേസ് ആയത്. അപ്പൊ സറഫ് പറയും, യെസ്, ഐ ലൈക്ക് ദ ആംബിയൻസ്, ഐ ഓഫൻ കം ഹിയർ വിത്ത് മൈ ഫാമിലി. അപ്പൊ സറഫ് പറയാം, കൺഫേം ചെയ്യുക, അതെ, നല്ലൊരു പ്ലേസ്, അതിന്റെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാ, ഞാൻ എപ്പോഴും എന്റെ ഫാമിലിയുടെ കൂടെ ഇവിടെ വരാറുണ്ട്. ലീവാൻ, കിഡ്സ് ഇൻ സ്കൂൾ. ഓക്കെ, ലീവാൻ അപ്പൊ ചോദിക്കും, കിഡ്സ് സ്കൂളിലാണോ? സറഫ്, ജസ്റ്റ് വൺ, ഹീസ് ഇൻ ദ 10th. ഓക്കെ, ഒരാളെ ഉള്ളൂ, 10th പഠിക്കുന്നത്. ലീവാൻ, ഐ വുഡ് ലൈക്ക് ടു നോ വാട്ട് സ്കൂൾസ് ആർ ലൈക്ക് ഹിയർ, ഐ മീൻ ദ സിസ്റ്റം ദേ ഫോളോ. ഓക്കെ, അപ്പൊ ലീവാൻ ചോദിക്കും. അപ്പൊ ലീവാൻ പുറത്തുനിന്ന് എവിടെയോ വന്നേക്കുന്നത്, അപ്പം ചോദിക്കുവാണ് ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം ഒക്കെ എങ്ങനെയാ, എന്ത് മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ സറഫ് പറയും, വെൽ വി ഹാവ് 3 ഡിഫറെന്റ് എക്സാമിനേഷൻ ബോർഡ്സ് ആൻഡ് ഡിഫറെന്റ് സ്കൂൾസ് ചൂസ് ബോർഡ് ദേ വിഷ് ടു ഗെറ്റ് അഫിലിയേറ്റഡ് ടു. ഓക്കെ, നമുക്കിപ്പം ഇവിടെ 3 ബോർഡ്സ് ആണുള്ളത്. അപ്പൊ ഓരോ സ്കൂൾസും അവരുടെ ചോയ്സ് അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ബോർഡിൽ അഫിലിയേറ്റ് ചെയ്യും. ലീവാൻ, ഐ സപ്പോസ് ഇറ്റ്സ് 10 years ഓഫ് സ്കൂൾ ദെൻ ജൂനിയർ കോളേജ്. ഓക്കെ, അപ്പം ലീവാൻ ചോദിക്കുവാണ്, ഓക്കെ, 10 year ഓഫ് സ്കൂൾ, അത് 10 വർഷം സ്കൂളിലും പിന്നെ ജൂനിയർ കോളേജും അങ്ങനെ തന്നെയാണോ എന്ന്. അപ്പൊ സറഫ് പറയും, യെസ്, ദാറ്റ്സ് റൈറ്റ്, ഇസ് ഇറ്റ് ദ സെയിം ഇൻ സിംഗപ്പൂർ ടു. ഓക്കെ, അതെ, ശരിയാണ്, ഇങ്ങനെ തന്നെയാണ് സിംഗപ്പൂർ. അപ്പൊ ലീവാൻ എവിടുന്ന, സിംഗപ്പൂരിൽ നിന്നാണ് വന്നേക്കുന്നത്. Levan. Yes, after the 10th, you can opt for JC or go to a polytechnic. Okay, 10th കഴിഞ്ഞിട്ട് ജൂനിയർ കോളേജിൽ വേണേ പോകാം, അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ പോകാം. അപ്പൊ സറഫ് പറയും, ഓക്കെ, ഞങ്ങൾക്കും ഉണ്ട് ഈ ചോയ്സ്, പക്ഷേ കൂടുതൽ ആൾക്കാരും എന്താണ് പോളിടെക്നിക്കിൽ പോകാറില്ല, എല്ലാവരും പ്രൊഫഷണൽ കോളേജിൽ എത്താനാണ് റഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലീവാൻ ചോദിക്കണം, ഈസ് ദാറ്റ് ഈസി ഹിയർ, നോട്ട് സോ ബാക്ക് ഹോം. അപ്പം ലീവാൻ ചോദിക്കുമോ, അതിവിടെ ഭയങ്കര ഈസി ആണോ പ്രൊഫഷണൽ കോളേജ് പെട്ടെന്ന് കയറുക എന്നുള്ളത്. അപ്പൊ സറഫ് പറയും, there are large number of private college where you can get in for a fee. Okay, ഒത്തിരി പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, നമുക്ക് അവിടെ ഫീസ് കൊടുത്ത് കയറാൻ പറ്റും. ലീവ് ആൻഡ് ഗവൺമെന്റ് അലൗസ് ദാറ്റ്. ഓക്കെ, ഗവൺമെന്റ് അതിനൊക്കെ അലൗ ചെയ്യുമോ? സറഫ്, യെസ്, ബട്ട് ഓഫ് കോഴ്സ് ദേ ആർ വെരി എക്സ്പെൻസീവ് കമ്പയർഡ് ടു ദ ഗവൺമെന്റ് കോളേജ്. ഹിയർ ഇസ് ദ മെനു, മേക്ക് യുവർ ചോയ്സ്. അപ്പം സറഫ് പറയുവാണ്, ഗവൺമെന്റ് അതിനൊക്കെ അലോ ചെയ്യും, പക്ഷേ ഗവൺമെന്റ് കോളേജ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ ആ സമയത്ത് മെനു കാർഡ് വരും, അപ്പം മെനു കാർഡ് കൊടുത്തിട്ട് മേക്ക് യുവർ ചോയ്സ് പറയും. ഓക്കെ, ഏതാന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാൻ പറയും. ലീവാൻ, താങ്ക്സ്, ലെറ്റ് സി വാട്ട് ദേ ഹാവ്. ഓക്കെ, അപ്പൊ ലീവാൻ പറയും, മെനു കാർഡ് കൊടുത്തതിന് എന്താണ്, താങ്ക്സ് പറയും. എന്നിട്ട് ഓക്കെ, അവർക്ക് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാമെന്ന് പറയും. Notice that some of the questions are not direct. They begin as statement but expect a response. Sometimes as in kids in school, the question is implied by the rising intonation. There are 1 or 2 direct yes or no questions which seek information. അപ്പം ഈ ഒരു ഡിന്നർ ടോക്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ് കൊളീഗ്സ് ആണല്ലോ, അപ്പൊ ഒരു ഭയങ്കര ഫോർമൽ ടോക്കും അല്ല, എന്നാൽ ഇൻഫോർമൽ ടോക്കും അല്ലാത്തൊരു ടോക്കാണ്. അപ്പം ഈ ഒരു ടോക്ക് ശ്രദ്ധിച്ചറിയാം. ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്ഷെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് എക്സാമ്പിൾ ആണ് കിഡ്സ് ഇൻ സ്കൂൾ. അപ്പൊ എന്താണ്, ഇതൊരു കിഡ്സ് ഇൻ സ്കൂൾ എന്നുള്ളത് റൈസിങ് ഇന്റർനേഷനിലാണ് ക്വസ്റ്റ്യൻ എംപ്ലോയ് ചെയ്യുന്നത്. കിഡ്സ് ഇൻ സ്കൂൾ, അപ്പൊ സ്കൂളിന്റെ അവിടെ വരുമ്പോഴത്തേക്ക് കുറച്ച് റൈസ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് എന്താണ് ഇൻഫർമേഷൻ സീക്കാം. പിന്നെ ചില ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇതിന്റെ അകത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൻക്വയറീസ് അബൌട്ട് സർവീസസ്, നമുക്ക് പല സർവീസസിനെ പറ്റിയും പലയിടത്തുനിന്നും എൻക്വയറി ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. എന്തൊക്കെ സർവീസസ് ആണ് അവൈലബിൾ ആണെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ കണ്ടോ, ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ഒരാൾക്ക് അബ്രോഡ് പോയി പഠിക്കണം, അപ്പം അതിന്റെ ഡീറ്റെയിൽസ് അറിയണം. അപ്പൊ അതിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ പുനീത്താണ്,
പുനീത് പറയാണ് ശൈലേഷ് യു ആർ ദ ജസ്റ്റ് പേഴ്സൺ ഐ വാസ് ലുക്കിംഗ് ഫോർ. അപ്പൊ ശൈലേഷ് വൈ വാട്ട്സ് ദ മാറ്റർ. അപ്പം പുനീത് പറയുന്നത് എന്താണ്, ശൈലേഷ് ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പം ശൈലേഷ് ചോദിക്കും അതെന്താ അങ്ങനെ അന്വേഷിച്ചത്. അപ്പൊ പുനീത് പറയും ശൈലേഷ് യു ഹാവ് സോ മെനി ഓഫ് യുവർ റിലേറ്റീവ് സ്റ്റഡിങ് അബ്രോഡ് ഐ തോട്ട് യു മൈറ്റ് ബി ഏബിൾ ടു ഹെൽപ്പ് മീ. അപ്പൊ പുനീത് പറയാണ് ഓക്കെ നിന്റെ ഒത്തിരി റിലേറ്റീവ്സ് അബ്രോഡ് പഠിക്കുന്നില്ല, അപ്പൊ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ശൈലേഷ് ഡു യു വാണ്ട് ടു ഗോ അബ്രോഡ്. പുനീത് ഐ തിങ്ക് ഗെറ്റിംഗ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അബ്രോഡ് വുഡ് ഹെൽപ്പ് മീ. ഓക്കെ അപ്പൊ പുനീത് പറയാണ് അത് എനിക്കൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അബ്രോഡ് പോയി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ശൈലേഷ് ചോദിക്കും എവിടെയാ പോകേണ്ടത്. അപ്പം പുനീത് പറയും ഞാനിപ്പോ BDS മെയിൽ ഫിനിഷ് ചെയ്യും, ഇനി US ഓസ്ട്രേലിയയിലോ പോകാനായിട്ടാണ് താല്പര്യം, പിന്നെ എന്താണ് എനിക്ക് സ്കോളർഷിപ്സിനും അപ്ലൈ ചെയ്യണം. അപ്പം ശൈലേഷ് ആളുടെ നമ്പർ കൊടുക്കും. കേറ്റൻ മിശ്ര ഉണ്ട്, അബ്രോഡ് പഠിച്ചാണ്, ഇപ്പം സ്റ്റഡി അബ്രോഡ് കോളേജിന്റെ ഒരു കൗൺസിലർ ആയിട്ട് MMK കോളേജ് ബറോഡയിൽ വർക്ക് ചെയ്യുവാണ്. അപ്പം ഒരു ഓൺലൈൻ സർവീസും ഉണ്ട്, അദ്ദേഹത്തിന് എഴുതിയാൽ മതി. അപ്പം അദ്ദേഹം തീർച്ചയായും എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ പിന്നെ ചോദിക്കും ഓക്കെ വാട്ട്സ് ദ അഡ്രസ്. അപ്പൊ അഡ്രസ്സ് കൊടുക്കും. അപ്പൊ ഇവിടെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. എന്നാലും എന്താണ് സ്റ്റേറ്റ്മെന്റ്സും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. അതായത് പുനീത് പറയുന്നില്ലേ ശൈലേഷ് യു ഹാവ് മെനി ഓഫ് യുവർ റിലേറ്റീവ് സ്റ്റഡിങ് അബ്രോഡ് ഐ തോട്ട് യു മൈറ്റ് ബി ഏബിൾ ടു ഹെൽപ്പ് മീ. ഓക്കെ ഇതെന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റാ. അപ്പൊ ശൈലേഷ് ഉടനെ ചോദിക്കും ഓക്കെ ഡു യു വാണ്ട് ടു ഗോ അബ്രോഡ്. അപ്പൊ ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു സർവീസസിനെ പറ്റി എൻക്വയറി ചെയ്യുന്നത്. അപ്പം ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നമുക്കൊരു ഇൻഫർമേഷൻ എൻക്വയറി ചെയ്യണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ഐ വോണ്ട് ടു നോ, I would like to know, I wish to know, could you tell me, would you be able to tell me, I am looking for information regarding, I wonder if you could help me in this. ഇത് പിന്നെ എൻക്വയറിങ് അബൌട്ട് പ്രൊസീജിയേഴ്സ്. ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട പ്രൊസീജിയർ ആ സ്റ്റെപ്സ് അറിയാൻ വേണ്ടി എങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം, എങ്ങനെ എൻക്വയറി ചെയ്യാന്നുള്ളതിനാണ് ഇത് എക്സാമ്പിൾ. ഇത് ഇവിടെയാണ് ടെറാറിയം ഉണ്ടാക്കേണ്ടതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചാൽ മതി, ഇത് സിമ്പിൾ ആണ്. ഈ ബോൾ ലെറ്റർ തന്നേക്കുന്നതെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് പോലെ വന്നിട്ട് ക്വസ്റ്റ്യൻ ആയി മാറിയേക്കുന്നതാണ്, അല്ലാത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ചില ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഇതിലുള്ളത് WH ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാതെ ബോൾ ലെറ്റർ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് റൈസിംഗ് ടോണിലാണ് ചോദിക്കുന്നത്, എന്നിട്ട് എന്താ ഒരു ഫംഗ്ഷൻ ആയിട്ട് അത് മാറും. നോട്ടീസ് ദ ഫോളോയിങ് ദ പ്രിസൈസ്നെസ് വിത്ത് വിച്ച് എവറി ക്വസ്റ്റ്യൻ ഈസ് ആൻസേർഡ്. ഓക്കെ ഈ ഒരു കോൺവെർസേഷൻ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അറിയാം ഓരോ ക്വസ്റ്റ്യനും എന്ത് പ്രിസൈസ് ആയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. നമുക്ക് കാരണം പ്രൊസീജിയർ ആ ചോദിക്കുന്നത്, അപ്പം കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു കൊടുക്കണം. ദ അറ്റൻഷൻ വിച്ച് ദ ലിസണർ ഫോളോസ് ദ പ്രൊസീജിയർ ആൻഡ് സീക്സ് ക്ലാരിഫിക്കേഷൻ വെൻ ഇൻ ഡൗട്ട്. ഓക്കെ ഈ ലിസണർ എന്താ കറക്റ്റ് ആയിട്ട് പ്രൊസീജിയർ കേൾക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉള്ളപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയും ചെയ്യും. ലിസണേഴ്സ് ആന്റിസിപ്പേഷൻ ഓഫ് വാട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ആൻഡ് ഹസാർഡിങ് എ ഗസ് വിച്ച് ഈസ് either approved if right or explained if not. ഓക്കെ അപ്പോൾ പ്രൊസീജിയർ പറയുന്നതിന് ഇടയ്ക്ക് തന്നെ എന്താണ് ലിസണർ ഇടയ്ക്ക് ഒരു സജഷൻ വെക്കാറ്, ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ ഇതിൻ്റെ അത് ചോദിക്കാറുണ്ട്. അപ്പം അത് കറക്റ്റ് ആണെങ്കിൽ കേൾക്കുന്ന ആളൊക്കെ റൈറ്റ് ആണെന്ന് പറയും, അല്ല എങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതാണ് ഇതിലുള്ള അതാണ് ഈ ഒരു പ്രൊസീജിയറിന്റെ ഒരു എങ്ങനെ എൻക്വയറീസ് പ്രൊസീജിയർ എങ്ങനെ ചോദിക്കാന്നുള്ളത് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. പിന്നെ അറ്റൻഷൻ ഇൻ ലിസണിങ്. നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് നമ്മളത് കറക്റ്റ് ആയിട്ട് അറ്റൻറ്റീവ് ആയിട്ട് ലിസൺ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഇംഗ്ലീഷ് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക്. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റ് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് റെസ്പോൺസ് കൊടുക്കാനും കറക്റ്റ് ആയിട്ട് സിറ്റുവേഷൻ ഗസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ചില സമയത്ത് നമുക്കറിയാം ചില ബാരിയേഴ്സ് ഒക്കെ വരും, അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്ത് അറ്റൻറ്റീവ് ആയിട്ട് ലിസൺ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സറൗണ്ടിങ്സ് നോയ്സി ആയിരിക്കും, അല്ലെ നമ്മൾ ചിലപ്പോൾ നടന്നുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്, അപ്പൊ സ്പീക്കർ ചിലപ്പോൾ നമ്മുടെ ഫേസിലോട്ട് നോക്കിയെന്നിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇൻഫോർമൽ സ്പീച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഫാസ്റ്റ് ആണ്, നമ്മൾ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ നമുക്കത് പിടികിട്ടണമെന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് മിസ്സസ് ഗാന്ധി വെന്റ് ടു പാർലമെന്റ് അറ്റ് വൺസ്. ഇത് റേഡിയോയിൽ പറയുന്ന, പക്ഷെ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് പെട്ടെന്ന് ശ്രദ്ധിച്ച് കേട്ടില്ല എങ്കിൽ ഇംഗ്ലീഷും കൂടിയാണല്ലോ. അപ്പൊ മിസ് ഗാന്ധി വെന്റ് പാർലമെന്റ് ഇങ്ങനെ വേണേ കേൾക്കാം, കാരണം സ്പീച്ച് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് സ്പീച്ചിൽ എങ്ങനെയാ വേർഡ്സ് സ്പീഡിലായിരിക്കും റൺ ചെയ്യുന്നത്, പല വേർഡ്സും നമ്മൾ കേട്ടെന്നും വരത്തില്ല, കാരണം പല വേർഡ്സും അൺക്ലിയർ ആയിരിക്കും, ചിലപ്പോൾ ലെഫ്റ്റ് ഔട്ട് ചെയ്തെന്നും ഇരിക്കും.
പിന്നെ എന്താണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ലിസൺ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എങ്കിലും മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് പല സ്റ്റേറ്റ്മെന്റ്സും കേൾക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്തെടുക്കാം നമ്മളെ തന്നെ. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് പലതവണ കേൾക്കുക. അപ്പം ആദ്യം 1 മിനിറ്റ് കേട്ട് തുടങ്ങിയാൽ അതിൽ ഒരു അര മിനിറ്റ് കേട്ട് തുടങ്ങിയാൽ മതി. അത് കേട്ട് 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 നമ്മുടെ എന്താ ലിസണിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുകയും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലിസണിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് സ്പീച്ച് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. കാരണം ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ ലിസണിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കേട്ടെങ്കിൽ മാത്രമേ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ലിസണിങ് എന്ന് പറയുന്നത് എന്താ നമുക്ക് പ്രാക്ടീസിലൂടെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റിലെ എൻക്വയറീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന് പല എക്സാമ്പിൾസ് കണ്ടു. നമ്മൾ യൂഷ്വലി എൻക്വയറീസ് പൊളൈറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ മോഡൽ വെർബ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്സ് ചേർത്തിട്ട് സ്റ്റേറ്റ്മെന്റ്സിൽ ക്വസ്റ്റ്യൻ ടാഗ്സ് ചേർത്ത് ഒരു റൈസിംഗ് ടോണിലാണ് ചോദിക്കാറുള്ളത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറയുന്നത് അത് ചിലപ്പോൾ റൂഡായിട്ട് കരുതാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം നിങ്ങൾ ഇതെല്ലാം വായിക്കും. ഇതിൻ്റെ അകത്ത് തന്നേക്കുന്ന കോൺവെർസേഷൻസ് എല്ലാം കെയർഫുൾ ആയിട്ട് വായിക്കാം. അപ്പം നിങ്ങൾക്ക് പിന്നെ ഇതിൽ കൊടുത്തേക്കുന്ന ആക്ടിവിറ്റിയും ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ ഒരു ഇതെന്ന് പറയുന്നതും ഭയങ്കര സിമ്പിൾ ആണ്. കാരണം ഇതിൽ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഇത്രേ ആലോചിച്ചിരുന്നാൽ മതി. നമ്മൾ എൻക്വയറീസ് ചോദിക്കുമ്പോഴത്തേക്ക് മോഡൽ വെർബ്സ് ആണ് കൂടുതലും അതിനെ പൊളൈറ്റ് ആക്കാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്സിനെ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്ത് റൈസിംഗ് ടോണിൽ നമുക്ക് പൊളൈറ്റ് ആക്കി ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി എൻക്വയറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫോർമൽ സിറ്റുവേഷൻസിലാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.